ഈ പറഞ്ഞ പോലെ എല്ലാ ടാബ്ലറ്റുകളും ഓയിൻമെൻറ്റുകളും എല്ലാം പുരട്ടുന്നുണ്ടെങ്കിലും അവർക്ക് മുടി തിരിച്ച് വളരുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ വട്ടത്തിലുള്ള പാടുകളായിരുന്നു കൂടുതലായിട്ടും. ചില ഏരിയാസിൽ വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ സംഭവിക്കാറുണ്ടോ? വരാറുണ്ട്. കുട്ടികളിലും കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട്. അപ്പം അത് സാധാരണ മുടി കൊഴിച്ചിൽ എന്നുള്ള രീതിയിലല്ല ചികിത്സിക്കേണ്ടത്. അത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അപ്പം അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രോഗ്നോസിസ്, അതിൻ്റെ ടൈപ്സ് അനുസരിച്ച് നമ്മുടെ ചികിത്സാ രീതികളും എല്ലാം മാറും. അപ്പോൾ എന്തായാലും ഒരു മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക തന്നെ ആവശ്യമായി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഹീമോഗ്ലോബിൻ്റെ അളവ്, അല്ലെങ്കിൽ എന്തെങ്കിലും അനീമിയ ഉണ്ടോ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുണ്ടോ എന്നറിയാനായിട്ട്. പിന്നെ സീറം ഫെറിറ്റിൻ അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പോൾ കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ആ ടെസ്റ്റുകളും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ താരൻ മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ്. നമുക്ക് താരൻ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികളാണ്? എല്ലാവർക്കും ഉള്ള സംശയമാണ്. താരൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്, താരൻ ഉപയോഗിക്കുന്ന ഷാമ്പു മേടിച്ച് ഉപയോഗിച്ചിട്ടും മാറുന്നില്ല. അപ്പം ആദ്യം മനസ്സിലാക്കാനുള്ളത് താരൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയാനാണ്. താരൻ വരുന്നത് നമ്മുടെ ആ തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ്. എണ്ണമയം കൂടുതലായിട്ട് വരുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഫംഗസ് ഇൻഫെക്ഷനാണ് ഈ താരൻ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് തലയിൽ മാത്രമല്ല, പുരുകത്തിൽ, ചെവിയുടെ ബാക്കിൽ, കക്ഷത്ത്, ബ്രസ്റ്റിൽ എല്ലായിടത്തും ഇതേപോലെ പ്രതലം പോലെ പൊളിഞ്ഞു വരാം. അതിനെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഒരാളുടെ ഈ സ്കാൽപ്പിൻ്റെ, അതായത് തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം നമ്മളൊരു ആൻറ്റി ഫംഗൽ ഷാമ്പു കൊടുക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം കുറയുകയും ഉള്ള ആ ഫംഗസിനെ റിമൂവ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ജന്മന അല്ലെങ്കിൽ ജനിതകമായി നമുക്ക് കിട്ടിയിട്ടുള്ള ആ എണ്ണമയം അതുകൊണ്ട് കുറയുന്നില്ല. അത് കറക്റ്റഡ് ആവുകയാണെങ്കിൽ താരൻ കംപ്ലീറ്റ് ആയിട്ടും മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ നമ്മൾ മെയിൻ്റനൻസ് ആയിട്ട് ആൻറ്റി ഫംഗൽ ഷാംപൂസും അതിനനുസരിച്ച് അതിന് ഫലപ്രദമായിട്ടുള്ള ഗുളികകളും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ആ ഒരു രീതിയിലോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ മുടി കൊഴിച്ചിൽ ഫലപ്രദമായി തടയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണകളുടെയും ലോഷൻസിൻ്റെയും എല്ലാം പരസ്യങ്ങൾ കാണാറുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെ എന്താ പറയുക, റിസൾട്ട് എത്രത്തോളം ഉണ്ടാകും? അത് ശരിക്കും അതിൽ ഏതെങ്കിലും കുറച്ചെങ്കിലും ഫലപ്രദമായിട്ടുണ്ടാകും? ഒരു മുടിക്ക് എണ്ണയുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ കേരളീയരാകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ടും വേർപ്പ് തങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒരുപാട് വേർക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ കുളിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം അതിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഒരു എണ്ണമയം ഉണ്ടാവും. ആ എണ്ണമയം നമ്മുടെ മുടിക്ക് അത് കോട്ടിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് എണ്ണ പുറമേ നിന്ന് പുരട്ടുമ്പോൾ ഇത് അകത്തോട്ട് അല്ലെങ്കിൽ റൂട്ടിനകത്തോട്ട് പോകാനുള്ള വഴികളില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പുറമേ നിന്ന് ലഭിക്കുന്ന എണ്ണകളിൽ എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാനും സാധിക്കില്ല. എണ്ണ മുടിക്ക് അതിൻ്റെ ടെക്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അത് വെറും കോക്കനട്ട് ഓയിൽ ആയിരിക്കും ഏറ്റവും നല്ലത്. ഈ വിവിധ തരം ഷാമ്പുകളുടെ ഉപയോഗം മുടിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഷാംപൂ എല്ലാവർക്കും ഇതുണ്ട്. ഡെയിലി ഷാംപൂ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത്, ഷാംപൂ വിത്ത് കണ്ടീഷണർ വേണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മുടിയും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷാംപൂ ചൂസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ചിലരുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ഫോർ ഡ്രൈ ഹെയർ എന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ടാവും. ആ ഷാംപൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി ഡ്രൈ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡ്രൈനെസ് കൂടാനാണ് സാധ്യത. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഓയിലി ഹെയറിന് ഒരു ഷാംപൂ ഉണ്ട്. എപ്പോഴും ഷാംപൂവും കണ്ടീഷണറും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഷാംപൂ എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനും അവിടെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടീഷണറാണ് അതിനൊരു നോർമൽ ടെക്സ്ചർ, അതിൻ്റെ ഒരു തിളക്കം എല്ലാം നിലനിർത്തുന്നത് കണ്ടീഷണറാണ്. അപ്പോൾ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക. എല്ലാ ദിവസവും ഷാംപൂ ചെയ്യുന്നത് നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കാം. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു 2-3 ദിവസം ഷാംപൂ ചെയ്യുന്നത് മതിയാവും. ഡോക്ടർ, അതുപോലെ തന്നെ അകാല നര ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ മുടി നരച്ചു തുടങ്ങുമ്പോൾ ആൾക്കാർ നാച്ചുറലായിട്ട് അത് കളർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഹെയർ കളേഴ്സ് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ
വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, ആളുകൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ മുടി കൊഴിച്ചിലിന് ഒരു കാരണമാകുന്നുണ്ടോ, ഹെയർ കളേഴ്സിന്റെ ഉപയോഗം? എന്ത് ട്രീറ്റ്മെൻറ്റ് ഓൺ ഹെയർ, അതായത് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുക, ബ്ലീച്ച് ചെയ്യുക, പെർമിങ്, സ്മൂത്തനിങ്, ഇതെല്ലാം നമ്മൾ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നോർമലി ഒരു മുടിക്ക് 7 ആകിരണങ്ങളാണ് ഉണ്ടാവുക. ഒരു മുടി എന്ന് പറയുന്നത് 7 ആകിരണങ്ങളാണ്. അതിലുള്ളിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. അപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും ഈ ഡൈസൾഫൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അതായത് അത് ബന്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ മുടിക്ക് എന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ആ മുടിയുടെ ആകിരണങ്ങളിലേക്ക് ചുറ്റപ്പെടുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ആ ബ്രേക്ക് ബ്രോക്കൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ച് നോർമൽ ആവില്ല. ഹെയർ കളേഴ്സ് റിലേറ്റീവ്ലി സേഫ് ആണ്, കാരണം അത് പുറമെയാണ് അത് പിടിക്കുള്ളൂ. അതിനെ അങ്ങനെ ഹീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ ഡൈനെ വെച്ച് നോക്കുമ്പോൾ ഹെയർ കളേഴ്സ് എന്താണെങ്കിലും സേഫ് അല്ല, പക്ഷെ ആവശ്യമുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി ഹെയർ കളേഴ്സ് ആർ ബെറ്റർ. ഡോക്ടർ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരുപാട് രീതികളുണ്ട് മുടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ചെമ്പരത്തി താളി തേച്ച് കുളിക്കുക, നല്ല എണ്ണ ഉപയോഗിക്കുക, അങ്ങനെ അതെല്ലാം മാറുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ആളുകൾക്ക് അത് റീച്ചബിളും അല്ല അത്തരം മെത്തേഡ്സ് ഒന്നും. ഇതിൽ ഏതാണ് കമ്പാരിറ്റീവ്ലി നല്ലത്? ഈ പാരമ്പര്യമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ? മുടി കൊഴിച്ചിൽ ഈ പറഞ്ഞ പോലെ കാരണങ്ങൾ അനുസരിച്ചിട്ടാണ് അത് കുറയുമോ കൂടുമോ എന്നുള്ളത് തീരുമാനിക്കുക. പാരമ്പര്യമായിട്ടുള്ള രീതികളും എന്താണെങ്കിലും നമ്മുടെ ഉദ്ദേശം ഹെയർ അല്ലെങ്കിൽ ആ മുടിക്ക് കുറച്ച് കട്ടി വരിക, മുടി സ്ട്രോങ് ആയിട്ടിരിക്കുക, മുടി കൊഴിച്ചിൽ കുറയുക എന്നുള്ളതാണ്. നോർമലായിട്ട് എങ്ങനെയാണ് ഒരു മുടി കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എല്ലാ ദിവസവും കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുളിച്ച് കഴിഞ്ഞിട്ട് ആ നനവുള്ള മുടി അങ്ങനെ ഒരുപാട് ചീവാണ്ടിരിക്കുക. ഈവൻ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അകന്ന വിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. ഒരുപാട് പ്രഷർ ഉപയോഗിക്കാണ്ടിരിക്കുക. ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റൈലിങ് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് അതിലോട്ട് പോകാണ്ടിരിക്കുക. ആവശ്യത്തിന് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ പറയുന്ന അനുസരിച്ച് നല്ല സലോണിൽ പോവുക, അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും മാത്രം യൂസ് ചെയ്യുക. കാരണം എന്ത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ മുടി കൊഴിച്ചിൽ തന്നെ 2 ആയിട്ട് നമുക്ക് തരം തിരിക്കാം. അതൊന്ന് ഹെയർ റൂട്ട്, അതായത് ഏറ്റവും അടിയിൽ നിന്നുള്ള ബ്രേക്കേജ് വരുന്നതാണ്, അത് റൂട്ടിന് ഉണ്ടാവുന്ന ഡാമേജ് ഉണ്ട്. പിന്നെ ഹെയർ ഷാഫ്റ്റ്, അതായത് ആ മുടിക്ക് ബ്രോക്കൺ അല്ലെങ്കിൽ അതിന് വരുന്ന കേടുപാടുകൾ കാരണം മുടി കൊഴിച്ചിൽ വരാം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് ഈ പറഞ്ഞ പോലെ മുടീനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഓരോ പേഷ്യൻസിനും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമുക്ക് ജനറലൈസ് ആയിട്ട് ഇന്ന ആൾക്ക് ഫലപ്രദമായത് എനിക്ക് പറ്റും എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന്, മുടി കഴുകുമ്പോൾ തന്നെ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. ഷാംപൂ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ ആ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണോ അല്ലെങ്കിൽ ഓയിലി ആണോ നോർമൽ ഹെയർ ആണോ, ഇതൊക്കെ ഒരു സ്കിൻ ഡോക്ടറിന് നല്ലോണം പെട്ടെന്ന് തന്നെ അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നുള്ളത് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും ഒരു 90 സെക്കൻഡിന് മേലെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരുപാട് കഴുകി ഒരുപാടിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും അത് മുടിക്ക് കേടുപാടുകൾ സംഭവിക്കാം. കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒരുപാട് അപ്പം തന്നെ ചീവാതിരിക്കുക, നനഞ്ഞുണങ്ങിയതിന് ശേഷം മാത്രം കോംബ് ചെയ്യുക. പിന്നെ ഈ എണ്ണമയം അതിന് ശേഷം പുരട്ടിയാലും മതി. കാരണം എണ്ണ തേച്ചിട്ട് കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണമയം മുഴുവനും നമ്മൾ കഴുകി കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളത് നോക്കുക. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ സ്കാൽപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ക്ലീൻ ചെയ്യാനുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്, ക്ലെൻസർ ഷാംപൂസ് എന്ന് പറയും. അപ്പം അത് ഉണ്ട്. പിന്നെ ഒത്തിരി ഡ്രൈനെസ്, എന്ത് ചെയ്താലും എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവണോ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പേഷ്യൻസ് വരുമ്പോൾ നമ്മളൊരു കണ്ടീഷണർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ സ്കിന്നും അവരുടെ ഹെയറും നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അവനവൻ്റെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാമിലിയലായിട്ട് പോലും ഭയങ്കരമായിട്ട് ആളുകളുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മനോധൈര്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒപ്പിയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വലിയ കവറുമായിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഡം ഡോക്ടറെ മുടി കൊഴിച്ചിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ സാധാരണമായി ചോദിക്കുന്ന പോലെ എത്ര മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര മുടി കൊഴിയുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാനായിട്ട്. കാരണം പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആര് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാസ്റ്റിക് കവർ നിറച്ചു ഫുള്ളായിട്ടും ഒരു ദിവസം പോകുന്ന മുടിയായിരുന്നു. അവർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീമോഗ്ലോബിൻ നോക്കിയപ്പോൾ അത് നോർമലായിരുന്നു.
തൈറോയിഡ് നോക്കിയപ്പോൾ നോർമലായിരുന്നു. അപ്പം അങ്ങനെ കാര്യമായിട്ടൊരു ബ്ലഡ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ അന്വേഷിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് അവർക്കുണ്ടായിരുന്ന മാനസിക സംഘർഷം, മുടി കൊഴിയുന്നത് കാരണമുള്ളതും അതല്ലാതെയും ഫാമിലിയലായിട്ടുള്ള സ്ട്രെസ്സും എല്ലാം അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. സ്ട്രെസ്സിന് വളരെ വലിയൊരു റോളാണ് മുടിയുടെ കാര്യത്തിൽ. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്ത് ആ ഡോക്ടറുമായിട്ട് ആ ഒരു പേഷ്യൻറ്റുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ട്രെസ്. അത്തരത്തിലൊക്കെയുള്ള പേഷ്യൻസിന് ഇപ്പോൾ സ്ട്രെസ് മൂലമാണ് മുടി കൊഴിയുന്നത്, വേറെ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല, അവർക്കൊക്കെയുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കത് സ്ട്രെസ് കാരണം മുടി കൊഴിയാം എന്നുള്ള ഒരു അവബോധമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം ഈ സ്കിന്നും ഇന്റേണൽ ഡിസീസസ്, അതായത് സ്കിന്നും അകത്തുള്ള പ്രശ്നങ്ങളും തമ്മിൽ വളരെയധികം റിലേറ്റഡ് ആണ്. സൈക്കോഡെർമറ്റോളജി എന്നൊരു ബ്രാഞ്ച് തന്നെയുണ്ട് നമുക്ക്. അതായത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് അത് നോർമലായിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ഓരോ വ്യക്തികളും സെപ്പറേറ്റ് ആണ്. ചിലർ അവരവരുടെ സ്ട്രെസ്സ് ഓരോ രീതിയിലായിരിക്കും ചാനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലരിപ്പോൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയും, ചിലർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റിഫ്രഷിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ചിലപ്പോൾ ചിലർ ഉള്ളിലൊതുക്കിയാണ് നടക്കുക. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ബോഡിക്കകത്ത് തന്നെ ഹോർമോൺസും അതിനായിട്ടുള്ള എല്ലാം റിലീസ് ചെയ്തിട്ട് അവർ സ്ട്രെസ്സ് ബിൽഡപ്പ് ആയിട്ടാണ്. അപ്പോൾ സ്ട്രെസ്സ് കാരണം ദേഹം മുഴുവൻ ചൊറിച്ചിലായിട്ട് വരാം, സ്ട്രെസ്സ് കാരണം ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിൽ വരാം. ഏറ്റവും ആദ്യം മുടികൊഴിച്ചിലാണ് അനുഭവപ്പെടുക. അത് ആ സ്ട്രെസ്സിൻ്റെ സ്ട്രെസ്സ് കാരണമാണ് എന്നുള്ള അവബോധം തന്നെ അവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. കാരണം അവരപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാവുക. സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നതാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്. അതെ, സ്ട്രെസ് റിലീഫാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഉള്ളത് നമ്മൾ ഈ മരുന്നുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ്. അപ്പം മുടി കൊഴിച്ചിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു എന്താ പറയുക ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തർക്കും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പാരമ്പര്യമായിട്ട് മുടി കൊഴിയും, അതായത് കഷണ്ടി പോലെയൊക്കെ വരുന്നത്, അത് ആൺ പെൺ ഭേദമന്യേ ഇപ്പോൾ വരാറുണ്ട്. ഇപ്പം നേരത്തെ ആണെങ്കിൽ ഒരു 60 വയസ്സ്, ഇപ്പോൾ പേഷ്യൻ്റ് വന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനൊരു 50 വയസ്സിന് ശേഷമാണ് ഡോക്ടറെ ഇതേപോലെ മുടി കൊഴിഞ്ഞത്, പക്ഷേ എനിക്കതാ ഇപ്പോൾ 30 വയസ്സേ ആയിട്ടുള്ളൂ, എൻ്റെ മുടി കഷണ്ടി പോലെ വന്നു തുടങ്ങി. അപ്പം അതിന് നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർക്കും അതായത് പാരമ്പര്യമായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് അത് കഷണ്ടി വരുവോ വരില്ലയോ, അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും ആ പാരമ്പര്യം നമുക്ക് ലഭിക്കാം. അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ആ മുടി കൊഴിച്ചിലിൻ്റെ രീതിയും എല്ലാം അനുഭവപ്പെടുന്നത്. ആണുങ്ങൾക്കാണെങ്കിൽ 2 സൈഡിൽ നിന്നുമാണ് ആദ്യം മുടി നെറ്റി കയറിയാണ് വരിക, അതിനുശേഷം മൂർധാവിൽ നിന്നുള്ള മുടി കൊഴിയും. അങ്ങനെ ഓരോന്നും പ്രോഗ്രസ് ചെയ്ത് ഇവിടുന്ന് മൊത്തമായിട്ട് മുടി പോയി ഫുള്ളായിട്ട് കഷണ്ടി ആയിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള രീതി. സംഭവിക്കുന്നത് ഹോർമോണുകളുടെ സ്വാധീനം കാരണവും പാരമ്പര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണവും ആ മുടിയുടെ ഫോളിക്കിൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുടിയെല്ലാം പോയിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടും കാര്യമില്ല. കാരണം നമുക്ക് ഹെയർ ഫോളിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും അത് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടാതിരിക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാരമ്പര്യമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ മുടി കൊഴിച്ചിലിന് നമുക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണെന്നാണ് ഡോക്ടറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ നാച്ചുറലി ബയോട്ടിൻ അടങ്ങുന്ന, അതായത് മുടിക്ക് വേണ്ട വൈറ്റമിൻസ് ആണ് ആദ്യം കൊടുക്കുക. ഒരു 3 തൊട്ട് 6 മാസം വരെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആണ് ഡ്യൂറേഷൻ. ചിലർക്ക് 1 വർഷം 2 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പിന്നെ പെപ്റ്റൈഡ് പോലത്തെ മരുന്നുകളും മിനോക്സിഡിൽ അടങ്ങിയ മരുന്നുകളും ഒക്കെ കൊടുക്കാറുണ്ട്. എപ്പോഴും കറക്റ്റായിട്ട് ഡോക്ടറുമായിട്ട് ഫോളോ അപ്പിന് ചെല്ലുക. പിന്നെ ഇപ്പോൾ നമ്മൾ PRP എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അത് ഇഞ്ചക്ഷനാണ്, അതായത് ഈ നമ്മുടെ സ്റ്റെം സെൽസ്, അതായത് മൂലകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ തെറാപ്പിയാണത്. അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് മുടി വരി തുടങ്ങും. കാരണം ഏറ്റവും അധികം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. കാരണം സ്വന്തം പ്ലാസ്മ തന്നെയാണ് എടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഈ മുടി കൊഴിച്ചിലിനുള്ള ചികിത്സ എത്രത്തോളം എക്സ്പെൻസീവ് ആണ്?